CIC സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോഷക സംഘടനയല്ലെന്ന് ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരി ഈ റിപ്പോർട്ടറിനോട്. സെനറ്റിലും സിൻഡിക്കേറ്റിലും സ്ത്രീകളെ ഉൾപ്പെടുത്തരുതെന്ന സമസ്തയുടെ നിർദ്ദേശം പ്രായോഗികമല്ല. സമസ്തയുടെ ശൈലികളിൽ മാറ്റം വേണം. പുരോഗമന ചിന്താഗതിയുള്ളവരെ സമസ്ത മുഷാവറയിൽ ഉൾപ്പെടുത്തണം. സമസ്തയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് CIC പ്രവർത്തിക്കുന്നത്. സലഫി എന്ന് മുദ്രകുത്തി സുന്നിയിൽ നിന്ന് തന്നെ പുറത്താക്കാൻ ശ്രമിച്ചാൽ നടക്കില്ലെന്നും ഹക്കീം ഫൈസി അതിർശ്ശേരി പറഞ്ഞു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. CIC സംവിധാനം സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആണ്. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തയുടെ നേരിട്ടുള്ള കീഴ്ഘടകമോ അല്ലെങ്കിൽ സാങ്കേതികമായി അതിൻ്റെ ഗവേണിംഗ് ബോഡിക്ക് നേരെ താഴെ വരുന്ന ഒരു സംവിധാനമല്ല. CICയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇതിൻ്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും. അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത്, സെനറ്റിൽ പങ്കെടുക്കരുത്. അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യിക്കുകയാണ്. അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ഇത് ശൈലിയും മാറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. SKSSF, SYS, SMF തുടങ്ങിയിട്ടുള്ള കീഴ്ഘടകങ്ങൾ കീഴിലാണ്. മറ്റു സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കേണ്ടത് ആശയാദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. ഇനി ഇവരെല്ലാവരും കൂടി എന്നെ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ട് പുകച്ച് പുറത്താക്കാനൊന്നും പറ്റില്ല. ഞാൻ സുന്നി തന്നെയാണ്. VS രഞ്ജിത്തിനോടാണ് സംസാരിച്ചത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. VS രഞ്ജിത്ത്, CIC സമസ്ത തർക്കത്തിനിടയിലാണ് ഇപ്പോൾ അതിർശ്ശേരിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്ന ഒരു നിലപാട് ഹക്കീം ഫൈസി അതിർശ്ശേരിയുടെ സ്റ്റേറ്റ്മെന്റിലില്ല. അതിർശ്ശേരിയെ പുറത്തു ചാടിക്കാനുള്ള ശ്രമമാണ് സമസ്തയിലെ ഒരു വിഭാഗം നടത്തുന്നത്. സലഫി എന്ന് മുദ്രകുത്തി പുറത്താക്കിയാൽ അനുവദിക്കില്ല എന്ന് ഹക്കീം ഫൈസി അതിർശ്ശേരി പറയുമ്പോൾ ചിലരെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കില്ലേ VS രഞ്ജിത്ത്? ഗുഡ് മോർണിംഗ്. അജികുമാർ, ഗുഡ് മോർണിംഗ്. ഈ CIC സമസ്ത തർക്കത്തിൽ ഒരു ഒത്തുതീർപ്പിന് ലീഗ് ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു. ഈ ഒത്തുതീർപ്പ് സമവായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം 9 ആവശ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് CIC സംവിധാനവും വഫിയ സംവിധാനവും പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒത്തുതീർപ്പ് വ്യവസ്ഥ. അത് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിർശ്ശേരി വളരെ വ്യക്തമായി പറയുന്നത്. മാത്രമല്ല, നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇവർ അതിർശ്ശേരി കൊടുത്ത മറുപടിയാണ്. ആ മറുപടിയിലും കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ സംഘടനാപരമായിട്ട് വിധേയത്വം പറ്റില്ല, ആശയപരമായിട്ട് പൂർണ്ണമായും സമസ്തയ്ക്ക് വിധേയപ്പെട്ടിരിക്കും, സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. പക്ഷേ സംഘടനാപരമായിട്ട് 2 എൻറ്റിറ്റിയാണ് CICയും സമസ്തയും. സമസ്തയുടെ ഒരു പോഷക സംഘടനയല്ല CIC. ഈ SKSS ഒക്കെ പോലെ സമസ്തയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സമസ്തയുടെ സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്ന ഒരു സംവിധാനമല്ല CIC എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലീഗ് മുന്നോട്ട് വെച്ച ഒരു ഒത്തുതീർപ്പിനും ഇപ്പോൾ CIC തയ്യാറല്ല എന്നുള്ളതാണ്. CIC പറയുന്നത് മറ്റെല്ലാ ഒത്തുതീർപ്പുകൾക്കും വിധേയമായിട്ടുണ്ട്. ഇപ്പോൾ പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഈ വഫി കോളേജുകളിൽ പഠിപ്പിക്കില്ല എന്നുള്ള വ്യവസ്ഥ CIC പിൻവലിച്ചു. അത്തരത്തിൽ 124 കാര്യങ്ങൾ പിൻവലിച്ചിട്ടുണ്ട്. 124 കാര്യങ്ങൾ സമസ്തയ്ക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ സംഘടനാ സംവിധാനം പൂർണ്ണമായും സമസ്തയ്ക്ക് വിധേയമാകണം എന്ന കാര്യത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. സമസ്ത നിർദ്ദേശിക്കുന്ന ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കുമൊന്നും എടുക്കുന്നതും സാധ്യമല്ല. കാരണം CIC പ്രവർത്തിക്കുന്നത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. അതുകൊണ്ട് അതിൽ സെനറ്റിലും സിൻഡിക്കേറ്റിലുമൊക്കെ ആരെ വെക്കണം, എങ്ങനെ വെക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ ചട്ടമുണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമസ്തയും CICയും തമ്മിലുള്ള പ്രശ്നം, CIC അല്പം കൂടി പ്രോഗ്രസീവാണ്, പുരോഗമനപരമാണ്. സമസ്ത അത്തരത്തിൽ പുരോഗമനപരമായ നിലപാടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സെനറ്റിലും സിൻഡിക്കേറ്റിലുമൊക്കെ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് CIC നിലപാട്. സമസ്ത ആ നിലപാടിനോട് യോജിക്കുന്നില്ല. അത്തരത്തിൽ പുരോഗമനപരമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന 10-12 മുഷാവറ അംഗങ്ങളാണ് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മുഷാവറ പുനഃസംഘടിപ്പിച്ച് കുറച്ചുകൂടി പ്രോഗ്രസീവായ ആളുകളെ മുഷാവറയിൽ ഉൾപ്പെടുത്തി സമസ്തയിൽ ശൈലീമാറ്റവും പുനഃസംഘടനയും വേണം എന്ന നിലപാടിൽ അതിർശ്ശേരി ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ അതിർശ്ശേരിക്ക് മറുപടിയുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിരുന്നു. ആരും സമസ്തയെ ശുദ്ധീകരിക്കാൻ വേണ്ടി കരാറെടുക്കണ്ട, സമസ്തയുടെ ഓഫീസും പരിസരവും ശുചിമുറിയും ഒക്കെ വൃത്തിയാക്കാൻ ഇപ്പോൾ ആളുകളുണ്ട്, അങ്ങനെ വൃത്തിയാക്കാൻ പോലും ആളെ ആവശ്യമില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിർശ്ശേരിയെ പരിഹസിച്ച് മൈസൂരിൽ സംസാരിച്ചത്. ഓക്കെ, താങ്ക് യു VS രഞ്ജിത്ത്. അതിർശ്ശേരിയുടെ എക്സ്ക്ലൂസീവ് പ്രതികരണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. ഒരു സംഘടനയും സമുദായവും പരസ്പരം ആശയവ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതും സംവാദങ്ങൾ ഉണ്ടാവുന്നതും നല്ലതാണ്. പക്ഷേ ഇങ്ങനെ വിഴുപ്പലക്കുന്നത് നല്ലതാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്.
എന്തായാലും സമസ്തയ്ക്കുള്ളിൽ രണ്ട് വിഭാഗങ്ങൾ ശക്തമായിട്ട് നീറിപ്പുകയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുമായിട്ട് തുടരുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ CAC-യുമായി ബന്ധപ്പെട്ട് അതിർശ്ശേരിയെ ചില ലക്ഷ്യമിടുന്നു എന്ന് അതിർശ്ശേരി പറയുന്നത്. ആ കാര്യത്തിൽ ഇപ്പോൾ ജഫ്രി മുത്തക്കോയ തങ്ങൾ മറുപടിയും നൽകിയിട്ടുണ്ട്.